കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രേവതി പറയാണ്, അല്ല പണമൊക്കെ കൊടുത്ത് നിങ്ങൾ അങ്ങോട്ട് സെറ്റിലാവും, പക്ഷേങ്കിൽ എന്റെ ശരത്തിനും എന്റെ വീട്ടുകാർക്കും പറ്റിയ അപമാനം അതിനാരും ഉത്തരവാദിത്വം പറയുമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശ്രുതി തല താഴ്ത്തി നിൽക്കുക. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അത് ചോദിച്ച് ന്യായമായൊരു കാര്യമാണ്. കാരണം ഈ പണത്തിന്റെ പേരിലാണല്ലോ അന്ന് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഈ കുടുംബത്തിലുണ്ടായെന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, പോട്ടെ മോളെ, ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. പിന്നീട് സുധിയോട് പറഞ്ഞു, ആ പൈസ ഞാൻ കൊടുക്കാൻ പറയാണ്. പെട്ടെന്ന് സുധി ചന്ദ്രമതിയുടെ കയ്യിലേക്ക് ആ പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് സച്ചി കയറി എന്ത് വേണം, ആ പണം അങ്ങോട്ട് പിടിച്ചു വാങ്ങുക. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ കൊടുക്കാൻ പറട്ടെ അങ്ങോട്ട്. അതെ, ആ പണം ഇങ്ങോട്ട് ആട്ടെ, ഞാനിന്ന് എണ്ണി നോക്കട്ടെ എന്ന് പറയാം. ഇത് കേട്ടപ്പം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെന്തിനാ എണ്ണി നോക്കുന്നേ, അതിന്റെ കാര്യമൊന്നുമില്ല എന്ന് പറയാം. കാര്യമുണ്ട് ഇല്ലയെന്ന് ഞങ്ങൾ നോക്കട്ടെ, കാരണം മറ്റൊന്നുമല്ല, മിക്കവാറും ഇവനല്ലേ ആള്. ഇവൻ മിക്കവാറും ഈ പണത്തിൽ നിന്ന് കുറെ അടിച്ചു മാറ്റി കാണും. ഇതാ ശ്രീകാന്ത, നീ കുറച്ച് പിടിക്കുക, ബാക്കി ഞാനും നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പൈസ എണ്ണി നോക്കുവാണ്. പിന്നീട് പറഞ്ഞു, അതെ ഇതിനകത്തൊരു 4000 രൂപ കുറവുണ്ടെന്ന് പറയാ. ഇത് കേട്ടതും ശ്രുതി ഒന്നും ഞെട്ടി. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും കുറവ് വരത്തില്ല, എന്റെ ശ്രുതി അങ്ങനെയും ചെയ്യുന്നവനല്ലെന്ന് പറയാം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, എടാ ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് പറയാം. പിന്നെ മോഷ്ടിക്കാത്ത ഒരുത്തൻ വന്നിരിക്കുന്നു. അതെ 50 ലക്ഷം രൂപ അച്ഛൻ്റെ എടുത്തോണ്ട് പോയത് പിന്നെ മോഷ്ടിക്കാതെയാണെന്ന് വെക്കും. അത് അച്ഛൻ എനിക്ക് തന്ന പണമല്ലേ, എന്നിട്ട് നീ എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദേ 4000 രൂപ എന്തേന്ന് ചോദിക്കുക. അത് പിന്നെ 4000 രൂപ ഞാൻ എടുത്തല്ല, ഈ ടിക്കറ്റ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ടാക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് വാങ്ങിച്ച എമൗണ്ടാ. ഇത് കേട്ടതും സച്ചി പറയും, ഓക്കെ സമ്മതിച്ചു, അന്നെങ്കിൽ ആ 4000 രൂപ വെച്ചിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയും. ഇത് കേട്ടതും സുധി പറയും, 4000 രൂപ ഇപ്പൊ ഞാൻ എവിടെ നിന്ന് തരാനാ, 4000 രൂപ തന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഇതേ 1 ലക്ഷം രൂപയായിട്ട് തിരിച്ച് അച്ഛൻ്റെ കൊടുത്താൽ മതി, അല്ലാതെ ഇതേ നിനക്ക് തോന്നുപോലെ കുറേശ്ശെ പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാം. ഇത് കേട്ട ശ്രുതി പറഞ്ഞു, അതെ അതൊക്കെ തന്നോളും, ശ്രുതിക്ക് ശമ്പളം കിട്ടിക്കഴിയുമ്പം ശ്രുതി തന്നോളൂ എന്ന് പറയാം. പിന്നെ ശമ്പളം കിട്ടിക്കുമ്പോൾ ഇവൻ തരും, ഇവന് തരത്തിലെന്നുള്ള കാര്യം 100% ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ കാര്യമൊന്നുമില്ല, നീ പണം അങ്ങോട്ട് വെച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അവൻ തരൂന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു, ഓഹോ ഒരു 4000 രൂപയ്ക്ക് പോലും വിശ്വാസം ഇല്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, മോളെ അവിടെ നിൽക്കാനൊക്കെ പറയുന്നുണ്ട്. ഈ സമയം സച്ചി പറഞ്ഞു, ഈ പണത്തിന്റെ കാര്യം പറയുമ്പോൾ എന്തിനാ എപ്പോഴും മുറിയിലേക്ക് കയറി ഓടുന്നത്, അതെന്താ വല്ല ഹജനാവോ ആണോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട സച്ചി എന്ന് പറയാണ്. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ 4000 രൂപയായിട്ടാ വരുന്നത്. എന്നാ 4000 രൂപ ഇതോടുകൂടി സമാധാനമായില്ലേ എന്ന് ചോദിക്കുക. മതി, ഇത് മതി എന്ന് പറയാം. പിന്നീട് രവീന്ദ്രന്റെ അടുത്ത് ചെന്നിട്ട് ശ്രുതി പറഞ്ഞു, അതെ അച്ഛാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇങ്ങനത്തെ പേരൊക്കെ പറഞ്ഞ് എന്റെ ശ്രുതിനെ കളിയാക്കിയേക്കില്ല കേട്ടോ. ശ്രുതി ആരുടെയും പണം മോഷ്ടിക്കോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഈ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. ദേ ഞങ്ങളുടെ വീതം ഇനിയിപ്പം ഞങ്ങൾ അടുത്ത മാസം തൊട്ട് തന്നേക്കാം. ഇനിയിപ്പം അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് പറയാം. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, എന്താടി നിനക്ക് കുഴപ്പം, അവള് തരാന്ന് പറഞ്ഞല്ലോ. ഓ അമ്മ ഇത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇത് പറയാലോ. പക്ഷെ എങ്കിൽ ഇത്രയും കാലത്തോളം ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നാരാ? അച്ഛൻ റിട്ടയർ ആയതിനു ശേഷം സച്ചേട്ടനല്ലേ. അമ്മ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അമ്മ മേൽനോട്ടം വഹിക്കുന്നല്ലാതെ പൈസ ചെലവാക്കുന്ന മൊത്തം ആരാ? സച്ചേട്ടനാ. ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും സത്യമല്ലെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതിയുടെ നാവടഞ്ഞു പോയി. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അതെ ഈ വീട്ടിലെ എല്ലാം, വെള്ളത്തിന്റെ പൈസ, കറണ്ടിന്റെ ചാർജ്, അത് മാത്രമല്ല പലചരക്ക് സാധനങ്ങൾ എല്ലാം മേടിക്കുന്ന സച്ചേട്ടനല്ലെന്ന് ചോദിക്കുക. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഞാൻ കാരുടെ ഓസിലൊന്നും വേണ്ട, ഞങ്ങൾ പണം തന്നേക്കാന്ന് പറയാം. ദേ ഈ തവണ ശ്രുതിയുടെ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ അതും കൂടെ തരും, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയാം എന്നും പറഞ്ഞിട്ട് ശ്രുതി വെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് പോവാം. ശ്രുതി ഇങ്ങനെ മിഴിഞ്ഞ് നോക്കി നിൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് സച്ചി പറഞ്ഞു, കണ്ടുപിടിക്കണം നിന്റെ ഭാര്യയെ, അവൾ എന്താണ് വാക്ക് പറഞ്ഞാൽ വാക്കുള്ളവളാ, അതുകൊണ്ടുള്ള പണം തന്നെ. ഓ എന്ത് ചെയ്യാനാ, ആ 50 ലക്ഷം രൂപ ഇവനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ സമയത്ത് ശ്രുതി ഇവിടെ വേണ്ടായിരുന്നു, എങ്കിൽ അവളെ പണം എന്നേ തിരിച്ചു തന്നേനെന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ശേ ഒന്നും മിണ്ടാതിരിക്കണ്ടേ ശ്രുതി എന്ന് പറയാണ്, അല്ല ഒന്നും മിണ്ടാതിരിക്കണ്ടേ സച്ചി എന്ന് പറയാണ്. പിന്നീട് രേവതി സച്ചി മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാ. ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല, കാരണം രേവതി അങ്ങനെ പറഞ്ഞു വന്നു. മുറി വന്നു കഴിഞ്ഞപ്പോൾ രേവതിക്ക് അങ്ങ് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രേവതിയുടെ ഈ മുഖഭാവം കണ്ടപ്പോൾ സച്ചി പെട്ടെന്ന് ചോദിച്ചു, എന്താ നിനക്ക് എന്ത് പറ്റി നോക്കി. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്, കാര്യം എന്താന്ന് പറ. അല്ല ഇന്നലെ കല്യാണം കഴിച്ച അവരാണ്ട് ഹണിമൂൺ ട്രിപ്പ് പോകുന്നു, ഇവിടെയാണെങ്കിലോ അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞ ഹണിമൂൺ ട്രിപ്പ് പോയിട്ട് ഒരിടത്തേക്കും ഇതിലായിട്ടും കൊണ്ടുപോയിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടോ സച്ചി പറഞ്ഞു, അങ്ങനെ നീ പറയരുത്, എന്റെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണം. എന്തവസ്ഥ മനസ്സിലാക്കാനായിട്ട്? ഇനി എന്താ അവസ്ഥ മനസ്സിലാക്കാനുള്ളേ? നമ്മൾ അവസ്ഥ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരിടത്ത് എത്തിപ്പെടാനായിട്ട് സാധിക്കില്ല. ദേ നമ്മളുള്ള സമയം നമ്മൾ മാക്സിമം വിനിയോഗിക്കാൻ ശ്രമിക്കണം എന്ന് പറയാം. കൊള്ളാലോ, നീ ഭയങ്കര തത്വമൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷെ അതിനനുസരിച്ച് പണം കൂടെ കൈ വേണ്ടേന്ന് ചോദിക്കാം. പെട്ടെന്ന് രേവതി പറഞ്ഞു,
അതെ, പൈസ മുഴുവൻ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും ഇറങ്ങായിരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അറിയാലോ, ഞാൻ വലിയ വലിയ സ്ഥലങ്ങളിലൊന്നും പോകണമെന്ന് പറയുന്നില്ല. എന്താ, നിനക്കിപ്പോൾ ആൻഡമാനിൽ പോകണമെന്ന് ചോദിക്കുക ഹണിമൂണിന്? വേണ്ട. പിന്നെ ഇവിടെ പോകണമെന്നാ? എനിക്ക് അടുത്ത എവിടെയെങ്കിലൊക്കെ എന്നെ ഒന്ന് കൊണ്ടുപോയാൽ മതി. ഓ, അതാണോ കാര്യം? ഇവിടെ മനുഷ്യനാണ് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക എന്ന് പറയണേ. എന്തിന്? ഓ, എനിക്ക് എൻ്റെ ബലമായ സംശയം ആ സുധി ഉണ്ടല്ലോ, അവനാ പണം അമ്മയുടെ നിന്ന് അടിച്ചു മാറ്റിയതാ. 1,00,000 രൂപ അച്ഛൻ്റെ പെൻഷൻ തുക. അതെങ്ങനെ ഇത്ര തറപ്പിച്ച് പറയാൻ പറ്റും? എനിക്കല്ലേ അവന്റെ സ്വഭാവം അറിയത്തുള്ളൂ. ഈ സമയം ശ്രുതി മുറിയിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴാണ് ഈ സംസാരം മുറിയിൽ നിന്ന് കേൾക്കുന്നത്. പെട്ടെന്ന് ശ്രുതി മുറിക്ക് പുറത്ത് തന്നെ നിൽക്കുവാണ്. പിന്നീട് സച്ചി പറഞ്ഞു, എനിക്കറിയാം അവന്റെ സ്വഭാവം. അവൻ പണം കട്ടെടുക്കുന്നവനാ. അതിപ്പോ അച്ഛന്റെ കയ്യിൽ നിന്നോ അമ്മയുടെ കയ്യിൽ നിന്നോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ കട്ടെടുത്ത. പക്ഷേങ്കിൽ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ അമ്മ ആ വലിയ നാടകമൊക്കെ കളിച്ചേ. അമ്മയ്ക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മകനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്താന്ന് പറയാ. പെട്ടെന്ന് രേവതി ചോദിച്ചു, അങ്ങനെയൊക്കെ ചെയ്യുമോ? അത് നിനക്ക് അവന്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ. അതുകൊണ്ടല്ലേ അവനെ പറ്റിച്ചിട്ട് ഒരു പെണ്ണ് 50 ലക്ഷം കൊണ്ട് മുങ്ങിയത്. അവന്റെ കഴിയിരിപ്പ് ശരിയല്ലാത്തോണ്ടാ. അവൻ നല്ലവനാണെങ്കിൽ ആ പൈസയൊന്നും പോകത്തില്ലായിരുന്നു പറയാ. ഇത് ഏട്ടൻ രേവതി പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞ് തോർത്തങ്ങെടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ സച്ചി അങ്ങോട്ട് കുളിക്കാൻ പോയി. ഈ സമയം രേവതി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് ശ്രുതി റൂമിന് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. രേവതിനെ ഒന്ന് രൂക്ഷമായിട്ട് ശ്രുതി നോക്കി. രേവതി ഒന്നും മൈൻഡ് ചെയ്തില്ല, അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ ശ്രുതി എന്ത് ചെയ്യണം, പാർക്കിൽ പോയി കിടക്കുകയാണ്. കാരണം അവന്റെ പ്രധാനപ്പെട്ട സ്ഥലം പാർക്കാണ്. ജോലിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. രാവിലെ ജോലിക്കെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ടിഫിൻ ബോക്സ് ഒക്കെ കിട്ടി അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ പാർക്കിൽ പോയിരിക്കും. ഉച്ചയ്ക്ക് ആ കൃത്യമായിട്ട് ലഞ്ച് കഴിക്കും. എല്ലാം കഴിച്ച് അവിടെ അങ്ങോട്ട് ഇരിക്കും. അങ്ങനെ അവിടെ പോയിരിക്കണം. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഉറക്കം വന്നു. അവിടെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങുവാണ്. അങ്ങനെ ഉച്ചയ്ക്കത്ത് ഫുഡ് കഴിക്കാനുള്ള അലാറം വരെ സെറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഉച്ചയായി കഴിഞ്ഞപ്പോൾ തന്നെ അലാറം അടിച്ചു. ആ ശ്രുതി എഴുന്നേറ്റ് നോക്കിയപ്പോൾ, ഓ, ഇത്ര സമയമായോ എന്നോർത്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങി പാത്രം തുറന്നു നോക്കിയപ്പോഴത്തേനും അതിനകത്ത് മുട്ടയൊന്നും കണ്ടില്ല. അമ്മ എന്നും എനിക്ക് മുട്ടയൊക്കെ വെക്കുന്നതാണല്ലോ, ഇന്നെന്താ പോലും മുട്ട വെക്കാത്തെ? പെട്ടെന്ന് തന്നെ ചന്ദ്രമതിനെ വിളിക്കണം. അമ്മേ, എന്താടാ മോനെ? അമ്മ ഇന്ന് മുട്ട എനിക്ക് വെച്ചില്ലേ? എടാ മോനെ, അതാ ചോറിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നിനക്ക് ഇങ്ങനെ സ്പെഷ്യലായിട്ട് എടുത്ത് തരുന്നെങ്ങനെ കണ്ട ഇവിടെ അത് മതി അടുത്ത് പ്രശ്നം ഉണ്ടാവാനായിട്ട്. അറിയാലോ, സച്ചിയെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇനിയിപ്പോൾ അത് മതി. രേവതി മിക്കവാറും ഇവിടെ അതിന്റെ പേരിലായിരിക്കും പ്രശ്നം ഉണ്ടാക്കണേന്ന് പറയാ. അല്ല മോനെ, നീ ഇന്റർവ്യൂവിന് പോയിട്ട് എങ്ങനെയാ കാര്യങ്ങള്? ഏത് ഇന്റർവ്യൂ? അപ്പൊ നീ ഇന്റർവ്യൂവിന് പോയില്ലേ? എൻ്റെ അമ്മേ, അത് ഞാൻ പോയി. അതൊന്നും സെറ്റ് ആവില്ലെന്ന് പറയാം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അമ്മ, അത് ശമ്പളം കുറവുള്ള ജോലിയാ. എടാ, ശമ്പളം കുറവൊന്നും നോക്കണ്ട. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ശ്രുതിയുടെ കാതിലെങ്ങാനും നിനക്ക് ജോലിയില്ലെന്നുള്ള കാര്യം എത്തിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പറയാം. അമ്മ, എനിക്കറിയാം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പടം സങ്കടം വരുന്നുണ്ടെന്ന് പറയാം. ആ, ഇനി എന്തേലും ആട്ടെ, എന്തേലും ചെയ്യും. അമ്മ, ഞാൻ വൈകുന്നേരം കുറച്ച് നേരത്തെ വരുമെന്ന് പറയാം. ശരി, നേരത്തെ പോരാൻ പറയണം. അങ്ങനെ പതിവ് പോലെ ശ്രുതി അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ കഴിച്ച് വെള്ളമെല്ലാം കുടിച്ച് വീണ്ടും കിടന്നുറങ്ങാൻ ഓർത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നു. ഇതാരാ പോലും വിളിക്കുന്നു ഓർത്ത് നോക്കിയപ്പോൾ ശ്രുതിയാ വിളിക്കുന്നത്. പെട്ടെന്ന് കോൾ എടുത്തു. ശ്രുതി ചോദിച്ചു, ആഹാ ശ്രുതി എന്തെടുക്കുമായിരുന്നു? ഫുഡ് കഴിച്ചോ നിൽക്കും. ഇതേ ഫുഡ് ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞേ ഉള്ളൂ. എന്നിട്ട് ഇപ്പം ജോലിയിലാണെന്ന് നിൽക്കും. അതെ, ഇപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. കാർ ഷോറൂമിലാണോ? അതെ, ഷോറൂമിലാ. അല്ല, ശ്രുതി എവിടെയാ? അതെ, ഞാൻ ഈ ഷോറൂമിന്റെ വാതിക്കലുണ്ടെന്ന് പറയാം. ഷോറൂമിന്റെ വാതിക്കൽ? അതെന്തിനാ? അല്ല, അത് പിന്നെ ഈ ബ്യൂട്ടി പാർലർ പോകുന്ന വഴിക്കാ. അപ്പൊ സുധീനെയും കൂടെ ഇത് കണ്ടു പോകാന്ന് വെച്ചു. പെട്ടെന്ന് സുധിക്ക് കത്തിയില്ല. സുധി പറഞ്ഞാ, അതിനെന്താ ശരി. അല്ല, സുധിയുടെ ക്യാബിൻ എവിടെയാ? അത് ഇടതുവശത്തേക്ക് തിരിഞ്ഞിട്ട് അങ്ങ് മാറിയാ മതി എന്ന് പറയുമല്ല. അയ്യോ, പെട്ടെന്നാണ് അബദ്ധം മനസ്സിലായത്. സുധി പറഞ്ഞു, 1 മിനിറ്റ് എന്ന് പറയാ. എന്താ സുധി, എന്താ കാര്യം എന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ ഞാനിപ്പോ കാർ ഷോറൂമിൽ ഇല്ലാന്ന് പറയണേ. ഇല്ലേ, പിന്നെ എവിടെയാ? അത് പിന്നെ പുറത്താന്ന് പറയണേ. ടെസ്റ്റ് ഡ്രൈവിന് വന്നതെന്ന് പറയണേ. അതിനെന്താ കുഴപ്പം? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അകത്ത് കയറി ഇരുന്നോളാം. സഹപ്രവർത്തകരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി വരത്തില്ലെന്ന് ചോദിക്കുക. വേണ്ട വേണ്ട, അകത്തേക്ക് കയറണ്ടാന്ന് പറയും. അതെന്താ? അകത്ത് കയറിയ ശരിയാവത്തില്ല. ചിലപ്പോഴാ അത് അവിടുത്തെ മാനേജർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാം. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞാൻ അവിടെ കയറി സംസാരിച്ചെന്ന് ഓർത്ത് എന്താ കുഴപ്പം? പുതിയ കാറൊക്കെ കാണുമെന്ന് നോക്കുകയും ചെയ്യല. നമുക്കൊരു കാറ് മേടിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, വേണ്ട വേണ്ട, ഇപ്പം നീ അങ്ങോട്ട് കയറണ്ട. ഒരു കാര്യം ചെയ്യേ, ഞാൻ വരാൻ കുറെ ലേറ്റ് ആവുമെന്ന് പറയാം. അത് കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരിക്കാം. ഞാൻ പറയുന്നൊന്ന് അനുസരിക്കുക. ഒരു ക്ലയന്റ് കൊണ്ട് കൂടെ, അയാളുടെ ഒപ്പം അയാളുടെ കൂടെയൊക്കെ പോയിട്ട് ഇനി ഒരു സമയത്തേ ഞാൻ വരുള്ളൂ. അത്ര സമയം നീ അവിടെ ഇരുന്ന് മുഷിയണ്ടേ? നീ ഒരു കാര്യം ചെയ്യ, തിരികെ പൊക്കോ, വൈകുന്നേരം കാണാന്ന് പറയാണ്. അവസാനം ശ്രുതി ശരിയെന്നും പറഞ്ഞ് ശ്രുതി പോവാണ്. അപ്പോഴാണ് ശ്രുതിക്ക് നേരെ ശ്വാസം വീണ്. എൻ്റെ ഭഗവാനെ, ഇപ്പൊ തൻ്റെ കാര്യം തീർന്നേനും തന്നെ കയ്യോടുകൂടി പൊക്കിയാനും കൃത്യസമയത്ത് തന്നെ അവൾ വിളിച്ചത് ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ അവളെങ്ങാനും കയറി ഇങ്ങനെ ചെന്നിട്ടുണ്ടായിരുന്നെങ്കിലോ തൻ്റെ ജോലി പോയ കാര്യം അവൾ ഉറപ്പായിട്ടും അറിഞ്ഞാനും. എന്നാൽ അതോടുകൂടി തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായാനെന്ന് ശ്രുതിക്ക് മനസ്സിലായി.
പിന്നീട് കാണിക്കുന്ന ചന്ദ്രമതി ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതിയുടെ ഫോൺ ബെല്ലടിക്കുവാണ്. നോക്കി കഴിയുമ്പോൾ ഒരു പരിചയമില്ലാത്ത നമ്പരാ. ഇതാരായി കോള് വിളിക്കുന്നത്? ഒരു പരിചയമില്ലാത്ത നമ്പരാണല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ചന്ദ്രമതി കോൾ എടുക്കുവാണ്. കോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങേ തലയ്ക്കെന്ന് പറഞ്ഞു, ഇത് മലേഷ്യ എന്നാന്ന് പറയണം. മലേഷ്യ എന്നാന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിക്കൊന്ന് കുളിരൂരി. ദൈവമേ, അന്നെങ്കിൽ ഇത് ഉറപ്പായിട്ടും ശ്രുതിയുടെ അച്ഛനായിരിക്കും ഈ വിളിക്കുന്നത്. ആ ഒരു സന്തോഷം, രക്ഷപ്പെട്ടു, തന്റെ കടങ്ങളൊക്കെ ഇനി വീട്ടാ എന്നൊരു സന്തോഷത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല ചന്ദ്രമതി നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.